അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മരണപ്പെട്ടുപോയ മാതാപിതാക്കളോടുള്ള കടമകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 ബാധ്യതകൾ ഉണ്ടെന്നും ആ 5 ബാധ്യതകളിൽ ആ 5 കടമയിൽ ആ 5 കടപ്പാടുകളിൽ 2 എണ്ണം അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ബാധ്യത എന്തോണം, മൂന്നാമത്തെ കടമയെന്നോണം അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടുപോയ മാതാപിതാക്കളോടുള്ള ജീവിച്ചിരിക്കുന്ന മക്കളുടെ മൂന്നാമത്തെ കടമ എന്താണെന്ന് അറിയണ്ടേ? പുന്നാര ഹബീബ് പഠിപ്പിക്കുകയാ, വൈഫാഉ ബിഉഹൂദിഹിമാ മിൻ ബഅദി മൗതിഹിമാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജീവിച്ചിരുന്ന സമയത്ത് മാതാപിതാക്കൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഏൽപ്പിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെ മുഴുവനും നടപ്പിലാക്കൽ മക്കളുടെ കടമയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ, അവർക്ക് കടമുണ്ടായിരുന്നു. ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് രൂപയുടെ കടമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കടം തീർക്കൽ ജീവിച്ചിരിക്കുന്ന മക്കളുടെ ബാധ്യതയാണെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കേ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും മരിക്കുന്നതിന് മുമ്പ് അവർക്ക് കടങ്ങൾ ഉണ്ടായിരുന്നു. ആ കടങ്ങൾ അവരുടെ മയ്യത്ത് കൊണ്ട് പള്ളിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഉസ്താദ് പ്രസംഗിക്കുന്നു, ഉസ്താദ് പറയുന്നു, ഈ മയ്യത്തിന്റെ മേലുള്ള മുഴുവൻ ബാധ്യതകളും മക്കൾ ഇവിടെയുണ്ട്, അവർ ഏറ്റെടുത്തിരിക്കുന്നു. ആ മക്കളുമായിട്ട് ഇനി അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കണമെന്ന് ഉസ്താദ് അവിടെ പ്രസംഗിക്കുമല്ലോ. വെറുതെ പ്രസംഗിക്കുന്നതല്ല, അത് അത്രത്തോളം ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ഉസ്താദുമാരങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെയും നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയുടെയും ബാധ്യതകൾ ഏറ്റെടുക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര രൂപ കടമുണ്ടെങ്കിലും എത്ര രൂപയുടെ കടമാണ് അവർക്ക് വന്നു പോയെങ്കിലും ആ കടങ്ങൾ മുഴുവനും മക്കളായ നമ്മൾ ഏറ്റെടുക്കണേ. അവർ എന്തെല്ലാം കാര്യങ്ങളാണോ പറഞ്ഞു വെച്ചത്, ജീവിച്ചിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് നിയ്യത്തുകൾ ഉണ്ടായിരുന്നല്ലോ. പള്ളിക്ക് വേണ്ടിയിട്ട് 10,000 രൂപ പറഞ്ഞു വെച്ചിരുന്നു. നമ്മുടെ ഉമ്മാക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, നമ്മുടെ വാപ്പാക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ കടമുണ്ടല്ലോ, മക്കളായ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം കേട്ടോ. അത് മരണപ്പെട്ടു പോയ മാതാപിതാക്കളോടുള്ള ജീവിച്ചിരിക്കുന്ന മക്കളുടെ മൂന്നാമത്തെ കടമയാണ്. പുന്നാര ഹബീബായ മുത്തുനബി പഠിപ്പിച്ചതാണ്. നാലാമത്തെ കടമ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി പറയുന്നു, വൈക്റാമു സ്വദീഖിഹിമാ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെയും നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയുടെയും കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം നിലനിർത്തലാണ്. അവർക്കൊരുപാട് ചങ്ങാതിമാരുണ്ടായിരുന്നല്ലോ. നമ്മുടെ വാപ്പാക്ക് ഒരുപാട് ചങ്ങാതിമാരുണ്ടായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ടായിരുന്നു. വാപ്പയും ഉമ്മയും മരണപ്പെട്ടുപോയി, എന്നാൽ മക്കൾ അവരുടെ കൂട്ടുകാരുമായിട്ട് ചങ്ങാത്തം, സഹകരണം നിലനിർത്തണമെന്ന് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അവരെ കാണുമ്പോൾ, വാപ്പാടെ കൂട്ടുകാരെ കാണുമ്പോൾ അവരോട് പോയി ഒരു സലാം പറയണം, അവരോട് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അത് വലിയ സന്തോഷമല്ലേ? പുന്നാര ഹബീബ് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ഒരു ചരിത്രം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു
അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനാണ് അബ്ദുല്ല റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. ആ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വഴിയിൽ വെച്ചൊരു യുവാവിനെ കണ്ടുമുട്ടുകയാണ്. വഴിയിൽ വെച്ചൊരു യുവാവിനെ കണ്ടുമുട്ടി. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ആ യുവാവ് ഓടി വരികയാണ്. ആ യുവാവ് ഓടി വന്നുകൊണ്ട് ഫസല്ലമ അലൈഹി അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് സലാം പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു സലാം മടക്കി. അതിനുശേഷമോ വഹമലഹു അലാ ഹിമാർ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ തന്റെ വാഹനത്തിന്റെ മുകൾ ഭാഗത്ത് കയറ്റുകയാണ്. എന്നിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. യാത്ര കഴിഞ്ഞപ്പോൾ വഅതാഹു ഇമാമതൻ കാനത്ത് അലാ റഅസിഹി, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ തലയിലിരുന്ന മനോഹരമായ തലപ്പാവില്ലേ, അതാ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തലയിൽ വെച്ച ആ തലപ്പാവ് ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹാബത്ത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ആ മനുഷ്യൻ സാധാരണക്കാരനായ മനുഷ്യനാണല്ലോ, എന്തുകൊണ്ടാണ് ഇത്രയും വിലയെടുപ്പുള്ള സമ്മാനം അങ്ങയുടെ തലയിലിരുന്ന മനോഹരമായ ഈ തലപ്പാവെടുത്ത മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തതിനുള്ള കാരണമെന്തേ? ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണല്ലോ, സാധാരണയായ സാധുവായ ഒരു മനുഷ്യനാണല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം കൊടുത്താൽ മതിയായിരുന്നല്ലോ. അങ്ങയുടെ മനോഹരമായ തലപ്പാവ് എന്തുകൊണ്ടാണ് ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തതെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ സ്വഹാബത്തിനോട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്താണ്? നിങ്ങൾക്ക് ആ മനുഷ്യൻ സാധാരണക്കാരനായ മനുഷ്യരായിരിക്കാം, പക്ഷേ എനിക്കങ്ങനല്ല. ആ മനുഷ്യൻ എനിക്കങ്ങനല്ല. കാരണം എന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട യുവാവിന്റെ പിതാവും എൻ്റെ പിതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും തമ്മിൽ നല്ല ചങ്ങാതിമാരായിരുന്നു സ്വഹാബ. അവർ രണ്ടുപേരും, എൻ്റെ പിതാവും ആ മനുഷ്യന്റെ പിതാവും നല്ല ചങ്ങാതിമാരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരുടെ ആ ബന്ധത്തെ മക്കളായ ഞങ്ങൾ നിലനിർത്തി എന്ന് മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന സഹാബാ, പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന അബറൽ ബിദ്ദി സിലത്തുൽ വലദി അഹ്ല ഉദ്ദിയബി. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സ്നേഹിതന്മാരോട് കാണിക്കുന്ന നന്മയാണ്. പുന്നാര ഹബീബ് പഠിപ്പിച്ചല്ലോ സഹാബാ.
അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തു. മരണപ്പെട്ടുപോയ മാതാപിതാക്കളോടുള്ള നാലാമത്തെ കടമ എന്ന് പറയുന്നത് അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം, സഹകരണം നിലനിർത്തലാണ്. അഞ്ചാമത് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സിലത്തുർ റഹിമില്ലതി ലാ തുസലു ഇല്ലാ ബിഹിമാ. ഉമ്മയുടെയും വാപ്പയുടെയും കുടുംബമായിട്ടുള്ള ബന്ധങ്ങളെ നിലനിർത്തണമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ഉമ്മ വഴിയുള്ള ബന്ധങ്ങൾ, വാപ്പ വഴിയുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ നിലനിർത്തൽ ജീവിച്ചിരിക്കുന്ന മക്കളുടെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണ്? വാപ്പ മരണപ്പെട്ടു പോയാൽ ഇനി വാപ്പയുടെ ആളുകളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഉമ്മ മരണപ്പെട്ടു പോയാൽ ഉമ്മയുടെ ആളുകളുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന് തീരുമാനമെടുക്കുന്നവരെ അള്ളാന്റെ റസൂല് പറയാ, കുടുംബ ബന്ധം മുറിച്ചതിന്റെ ശിക്ഷ കൂടി അള്ളാഹു നിനക്കു തരുന്നതാണ്. മരണപ്പെട്ടുപോയ മാതാപിതാക്കളോടുള്ള അഞ്ചാമത്തെ കടമയാണ്. ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം. വാപ്പ മരണപ്പെട്ടു, ഉമ്മയും മരണപ്പെട്ടു, അവർ ഖബറിലായി. പക്ഷെ അവരുടെ കുടുംബ ബന്ധവുമായിട്ട് മക്കളായ നമ്മൾ ഇണങ്ങിച്ചേരണം. വാപ്പയുമായിട്ട് വാപ്പയുടെ കുടുംബക്കാർ അല്പം പിണക്കത്തിലായാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യണം? ആ പിണക്കത്തെ, മക്കൾ ഇടപെട്ട ആ പിണക്കത്തെ ഇണക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം തരട്ടെ.